ഹലോ എവ്രി വൺ, ദിശ ആർമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ആർമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തരാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ജോബ് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കീഴിലുള്ള അഗ്നിവീറാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനും നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനെ അപ്ലൈ ചെയ്ത് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അഗ്നിവീർ ഇപ്പോൾ നമുക്ക് വിളിച്ചിട്ടാണ്. നോർമലി അഗ്നിവീർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്ന് വെച്ചാൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമുക്ക് ഒരു 4 വർഷത്തിന്റെ സർവീസിലേക്ക് നമ്മുടെ ആംഡ് ഫോഴ്സസ് ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കയറി ചെല്ലാൻ പറ്റുന്ന, അതായത് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ജോബാണ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ജോബാണ് അഗ്നിവീർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് അതായത് കുഞ്ഞിലെ മുതലേ അങ്ങനെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ജോലിക്ക് കയറുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ട് അവർക്കൊക്കെ എന്താണ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരുപാട് പോസ്റ്റുകൾ വിളിക്കാറുണ്ട് അഗ്നിവീറിൽ തന്നെ. അതിലിപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കീഴിലുള്ള ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് നോൺ കോമ്പാറ്റന്റ് കാറ്റഗറിയാണ്. നോൺ കോമ്പാറ്റന്റ്, കോമ്പാറ്റ് ഒന്നും അല്ലാത്തത്, അതായത് ബാറ്റിൽ ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു ഫൈറ്റിന് ഇൻവോൾവ് ആവാതിരിക്കുന്ന ജോലികളാണ് കേട്ടോ. ഇത് ഹൗസ് കീപ്പിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളാണ് കേട്ടോ. ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ മനസ്സിലാക്കുക, ഹോസ്പിറ്റാലിറ്റിയും ഹൗസ് കീപ്പിങ്ങും ആണ്. നോൺ കോമ്പാറ്റന്റ് ആണ്. നോൺ കോമ്പാറ്റൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ബാറ്റിൽ ഗ്രൗണ്ടിൽ ഇറങ്ങാണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് ഗണ്ണും പിടിച്ചൊന്നും നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയായിട്ട് തന്നെയാണ് പറയുന്നത്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓൾറെഡി ഓപ്പൺ ആണ്. 17/8/2024 2/9/2024 ഇടയ്ക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളത്. അതായത് സെപ്റ്റംബർ 2 വരെ നിങ്ങൾക്ക് ടൈമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സെപ്റ്റംബർ 2 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ്? അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ചാൻസ് ആണ് വന്നിട്ടുള്ളത്. അൺമാരീഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങളുള്ളത്. ഓക്കെ, അൺമാരീഡ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, 18 വയസ്സിലൊക്കെ ജോലിക്ക് കയറുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഒരു 4 വർഷം എന്ത് ചെയ്യണം, നിങ്ങൾ അൺമാരീഡ് ആയിരിക്കണം. നമുക്ക് കല്യാണം കഴിക്കാനുള്ള അവസരം ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് പാസ്സായവർക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എത്രയാണോ? 10 ആണ് കേട്ടോ. 10 ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. SSLC പാസ്സായ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 18 വയസ്സിന് അടുപ്പിച്ചുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. 2/1/2004 2/7/2007 ഇടയ്ക്കുള്ളവർക്ക് ആ ഒരു ടൈം ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 2004 2007 ആ ഒരു ടൈം ലൈൻ ശ്രദ്ധിക്കുക. അതിനുള്ളിൽ നിൽക്കുന്ന ഏജ് ആണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനിടയ്ക്കാണ് വരുന്നതെങ്കിൽ, ഇതിനിടയ്ക്കുമാണ് വരുന്നതെങ്കിൽ അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരിക്കണം, 10th പാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അത് മാത്രമേ കണ്ടീഷനായിട്ട് പറയുന്നുള്ളൂ. പിന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത്, 4 വർഷത്തിന്റെ സർവീസ് ആണ് ഉണ്ടാകുന്നത്. നമുക്ക് 4 വർഷമാണ് ഈ ഒരു സർവീസ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട. 4 വർഷത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. ആ 4 വർഷവും നിങ്ങൾക്ക് എങ്ങനെയാണ്, വിത്ത് സാലറി ആണ് കേട്ടോ. വിത്ത് സാലറി ആണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഓരോ വർഷവും ഇതിന്റെ ഇൻക്രിമെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആദ്യത്തെ വർഷം എത്രയായിരിക്കും? 30,000 ആയിരിക്കും. പിന്നെ അത് കൂടി 33 ആവും, പിന്നെ 37 ആവും, അത് കഴിഞ്ഞ് 40 എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ അവസാനം 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്ന ടൈമിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് പോകുന്നത്. അപ്പോൾ ഈ 4 വർഷത്തിന്റെ സർവീസാണ്. പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടെ എഴുതി കൊടുക്കുക, അങ്ങനത്തെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും 4 വർഷത്തിന്റെ സർവീസ് സ്കീമാണ്. വിത്ത് എത്രയാണ്? 30,000 അടുപ്പിച്ച് സാലറി കിട്ടുന്ന ഒരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ റിസ്ക് വശങ്ങളുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്, പിന്നെ എക്സാമിനേഷൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ ഈസി ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി. പിന്നെ ഈ ഇത്രയും കുഞ്ഞു വയസ്സിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന കാര്യമൊക്കെ പറയുമ്പോഴാണ് അത്രയും ആഗ്രഹിച്ച് അവരെന്ത് ചെയ്യുന്നത്, പോകുന്നത് കേട്ടോ. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടൺ എക്സാമിനേഷനാണ്. റിട്ടൺ എക്സാമിനേഷൻ ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് എഴുതാൻ പറ്റുന്ന എന്താണോ നമ്മുടെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എത്ര ക്വസ്റ്റ്യൻസ് ആണ്? ഓഫ്ലൈൻ മോഡാണ്. നിങ്ങൾക്ക് സെന്ററിൽ ചെന്ന് എഴുതാനുള്ള എക്സാം ആണ്. നമ്മൾ PSC ഒക്കെ നടക്കുന്ന പോലെ സെന്ററിൽ പോയി എഴുതേണ്ട എക്സാമിനേഷൻ ആണ്. 20 മാർക്സ് ആണ് വരുന്നത് കേട്ടോ. 20 മാർക്സ് ആണ് വരുന്നത്. അത് 10 എന്തിനു വേണ്ടിയാണ്? ഇംഗ്ലീഷിനും 10 മാർക്ക് എന്തിനാണ്? GKക്കും. ഓക്കെ, 10 മാർക്ക് ഇംഗ്ലീഷിനും 10 മാർക്ക് GKക്കും. അങ്ങനെ ടോട്ടൽ 10 കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യും? ജയിക്കും.
ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ആവും. ആ ഒരു രീതിക്കാണ് റിട്ടൺ എക്സാമിനേഷൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ റിട്ടൺ എക്സാമിനേഷൻ കഴിയുന്നവർക്ക് എന്തെങ്കിലും ട്രേഡോ അങ്ങനെ എന്തെങ്കിലും സ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ്. അതും കൂടെ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. ഫിസിക്കലി അത്യാവശ്യം റണ്ണിങ് അങ്ങനത്തെ സിമ്പിൾ ടാസ്ക് തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫിസിക്കൽ ടാസ്ക് തന്നെയാണ്. അതും കൂടെ ക്വാളിഫൈ ആവണം. റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞ് ഫിസിക്കൽ എക്സാമിനേഷൻ കൂടെ കഴിഞ്ഞാലേ എന്തിലേക്ക് എത്തത്തുള്ളൂ, നിങ്ങൾ അവസാനത്തെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്ക് എത്തും. ആ ടൈമിൽ തന്നെ നിങ്ങളുടെ എന്തും കൂടെ ചെക്ക് ചെയ്യും, നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷനും കൂടെ അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതായത് മെഡിക്കലി കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വിഷൻ, അതായത് നമ്മുടെ ഐസൈറ്റ് ഉണ്ട്, ഹിയറിംഗ് ഉണ്ട്, നമ്മുടെ ഡെന്റൽ പോയിന്റ്സ് ഉണ്ട്, നമ്മുടെ ഓവറോൾ ബോഡിയുടെ ഒരു അനലൈസിങ് തന്നെ അവരെന്ത് ചെയ്യും, അവിടെ വെച്ച് ചെയ്യും കേട്ടോ. അതായത് നിങ്ങൾ മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അത്യാവശ്യം ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് നിങ്ങളെ കടത്തുള്ളൂ. അതായത് ഇത്രയും ടാസ്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജോലി കയ്യിരിക്കും. പക്ഷെ നമുക്ക് വലിയ ടാസ്ക് ആയിട്ട് നിങ്ങൾ കരുതണ്ട, ഈസിയാണ് കേട്ടോ. അത് വലിയൊരു റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമല്ല, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞു വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. നമ്മുടെ പിന്നെന്താണ്, ഫീസൊന്നും ഇല്ല കേട്ടോ, ആപ്ലിക്കേഷൻ ഫീസൊന്നും ഇല്ല. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടാലും വലിയ പ്രശ്നമൊന്നും വരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, ഹോസ്പിറ്റാലിറ്റി സ്ട്രീം, 2 സ്ട്രീമിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നോൺ കോമ്പാക്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ. കോമ്പാക്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് ഫൈറ്റിംഗ് ഒന്നും ഇല്ലാത്ത ടാസ്കുകളാണ്. അതായത് ഹോസ്പിറ്റാലിറ്റിയും ഹൗസ് കീപ്പിങ്ങും ആണ്. നമ്മൾ അത്യാവശ്യം ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, കിച്ചൺ മാനേജ്മെന്റ്, ഫുഡ് സർവീസ്, കുക്കിംഗ്, മാനേജിങ് കിച്ചൺ ക്ലീൻലിനെസ്. അതായത് നമ്മുടെ ക്ലീനിങ് ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസ്, നമ്മുടെ കുക്കുകളുണ്ടല്ലോ, നമ്മുടെ ആർമി കുക്സ് ഒക്കെ ആ ഒരു രീതിയിലൊക്കെയാണ് വരുന്നത്. അതായത് നമ്മുടെ വായുസേനയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്, വ്യോമസേനയിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പോസ്റ്റിംഗ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് വന്നിട്ടുള്ളത്. അവരുടെ എന്താണ്, ഡൈനിങ് ഏരിയാസ് ക്ലീൻ ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്, ഫുഡ് സെർവ് ചെയ്യുക, ബിവറേജസ് സെർവ് ചെയ്യുക, അവർക്ക് വേണ്ടി കുക്ക് ചെയ്യുക, അങ്ങനത്തെ കിച്ചണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹൗസ് കീപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. കിച്ചൺ മെയിൻ്റനൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി സ്ട്രീം എന്ന് പറഞ്ഞാൽ അതാണ്. അത് കഴിഞ്ഞ് എന്താ പറയുക, അത് കഴിഞ്ഞ് പറയാനുള്ളത് ഹൗസ് കീപ്പിംഗ് സ്ട്രീമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് ആണ്. ഓരോ ഇങ്ങനത്തെ ഓഫീസറുടെ വീട്ടിലൊക്കെ നിന്ന് നമ്മൾ ജോലി ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ക്ലീനിങ് ഉണ്ട്, അതിലും എന്താണ് മെയിൻ്റനൻസ്, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ടാസ്ക് തന്നെയാണ് പറഞ്ഞത്. ഇത് കിച്ചണുമായിട്ട് റിലേറ്റഡ് ആണ് ഹോസ്പിറ്റാലിറ്റി വരുന്നത്. ഹൗസ് കീപ്പിംഗ് ആണെങ്കിൽ ക്ലീനിങ്, പേഴ്സണൽ ഗ്രൂമിങ് പോലത്തെ ടാസ്കുകളുണ്ട്. ഹെഡ് മസാജസ്, അവരുടെ ക്ലോത്ത്സ് അയൺ ചെയ്യുക, അവരുടെ ലെതർ ഐറ്റംസ് ഒക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുക, ഗാർഡനിങ് ചെയ്യുക, അവരുടെ വീടൊക്കെ ഗാർഡനിങ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഓഫീസൊക്കെ ഗാർഡനിങ്, എന്താണ് നമ്മുടെ ഈ ചെടിയെ പരിപാലിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യം, അല്ലെങ്കിൽ ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്ലീനിങ് വർക്ക്സ് ആണ് നോർമലി ഇതിലൊക്കെ വരുന്നത്. അതല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാറ്റിൽ ഫീൽഡിൽ ഇറങ്ങാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതല്ലേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ക്ഷണം വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. വാക്കൻസി ലിസ്റ്റ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് നല്ലൊരു വാക്കൻസി ലിസ്റ്റ് തന്നെയാണ് അവർ ഇടാൻ പോകുന്നത്. അതുകൊണ്ടായിരിക്കും അവരത് പറയാത്തത്. ഇനി എന്തായാലും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, നമ്മുടെ നോർമലി കാണുന്നതിനേക്കാളും എന്ന് വെച്ചാൽ ബാക്കി GD RPF ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റണ്ണിങ്ങും ബാക്കി കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫിസിക്കൽ ടാസ്ക് എന്ന് ചോദിച്ചാൽ, റണ്ണിങ് ഉണ്ട്, അത് കഴിഞ്ഞ് പുഷപ്പ് എടുക്കണം, സിറ്റപ്പ് എടുക്കണം, സ്ക്വാട്ട് എടുക്കണം. അതെങ്ങനെയാണെന്ന് അറിയാലോ, 10 എണ്ണമാണ് വിത്തിൻ 1 മിനിറ്റ്. 10 എണ്ണം വിത്തിൻ 1 മിനിറ്റ് ആണ് സിറ്റപ്പും പുഷപ്പും. സ്ക്വാട്ട് ആണെങ്കിൽ 20 മിനിറ്റ് വിത്തിൻ 1 മിനിറ്റ് ആണ്. സ്ക്വാട്ട് ആണെങ്കിൽ 20 എണ്ണമാണ് ചെയ്യേണ്ട. റണ്ണിങ് എങ്ങനെയാണ്, 1.6 കിലോമീറ്റർ, അതായത് 1.6 കിലോമീറ്റർ എത്ര മിനിറ്റ് കൊണ്ട്, 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടിയെടുക്കണം. 6 മിനിറ്റ് 30 സെക്കൻഡ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈമിംഗ് ആണ്. 1.6 കിലോമീറ്റേഴ്സ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഓടിയെടുക്കണം. ഇതാണ് ഫിസിക്കൽ ടാസ്കിൽ വരുന്നത്. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ കഴിയുന്നവർക്ക് ഈ ഫിസിക്കൽ എക്സാമിനേഷനും കൂടെ, ഇത്രയും കാറ്റഗറിയും കൂടെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുള്ളൂ, ജോലിയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താണ്, ഹൈറ്റ് വെയിറ്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല. 150 സെന്റിമീറ്റർ ആണ്. ഉറപ്പായിട്ട് ബോയ്സിന് എന്താണ് 150 സെന്റിമീറ്റർ ഒക്കെ കാണുമായിരിക്കും, കാരണം അത്ര തീരെ കുഞ്ഞല്ലല്ലോ, കുറച്ച് അത്യാവശ്യം പൊക്കമായിരിക്കും എല്ലാവരും. അപ്പോൾ 152 സെന്റിമീറ്റർ ആണ് ഹൈറ്റിന് വരുന്നത്. ചെസ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്ററെങ്കിലും അത്യാവശ്യം എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെസ്റ്റ് എക്സ്പാൻഷൻ ആയിരിക്കണം. ഇനി അടുത്ത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ്, ആ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് 160 വരുന്നെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 55 to ഒരു 65 രീതിയിലുള്ള ഒരു വെയിറ്റിംഗ്, ഒരു 10ന്റെ ഡിഫറൻസിലുള്ള വെയിറ്റിംഗ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്കുള്ള സ്റ്റാൻഡേർഡ്സ് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിലേക്ക് കടക്കാന്നുള്ള കാര്യമാണ് പറയുന്നത്.
ഇനി എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? അതായത് ഇതിപ്പം നമുക്ക് എന്താണ് ഓൺലൈൻ വഴിയല്ല അപേക്ഷിക്കുന്നത്, എല്ലാം ഓഫ്ലൈൻ മോഡിലാണ്. നമ്മൾ ഇത്രയും സെന്റേഴ്സ് ഉണ്ട് നമുക്ക് കേട്ടോ, നമുക്ക് ഇത്രയും സെന്റേഴ്സ്, അതായത് ഈ ഒരു ഇന്ത്യൻ എയർഫോഴ്സിന്റെ കീഴിൽ വരുന്ന ഇത്രയും സ്റ്റേറ്റിൽ സ്റ്റേറ്റ് വൈസ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശ്, അതായത് ഓരോ സ്റ്റേറ്റിൽ ഇന്ന ഡിസ്ട്രിക്റ്റിൽ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ക്ഷണമുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന എവിടെയാണ്, കേരളയും തമിഴ്നാടും ഒക്കെ ആയിരിക്കുമല്ലേ. ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മുടെ ശംഖുമുഖം എയർഫോഴ്സും ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആക്കുളത്തും ഒരു വ്യോമസേനയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പോസ്റ്റിംഗ് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് പോസ്റ്റിംഗ് അല്ല, നിങ്ങൾക്ക് എന്ത് വരുന്നത്, എക്സാമിനേഷൻ സെന്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് സെന്റർ വെച്ചാണോ അയക്കുന്നത്, ഇപ്പം മധ്യപ്രദേശ് വെച്ച് അയച്ചാൽ നിങ്ങൾക്ക് മധ്യപ്രദേശിൽ പോയി എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ ഏത് സെന്ററിൽ, കേരളത്തിലെ ഏത് സെന്റർ വേണമെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാവുന്നതാണ് കേട്ടോ. ഇത് എവിടെയാണോ നിങ്ങൾ കൊടുക്കുന്നത് അവിടത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ, നിങ്ങൾ അപേക്ഷ അയച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷാ കേന്ദ്രവും ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ മാക്സിമം കേരളയിൽ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കേരള അല്ലെങ്കിൽ തമിഴ്നാട് റീജിയനിൽ വെച്ച് കൊടുക്കുക. തഞ്ചാവൂർ, ആവടി, അവിടത്തേക്കുള്ള സ്ഥലത്തിലേക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആ ഒരു രീതിക്ക് എവിടെയാണോ വയ്ക്കാൻ താല്പര്യം അവിടെ പോയി എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി അടുത്ത വെബ്സൈറ്റ് എന്ന് പറയണത്, ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം, അതായത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യമുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ അവിടെ മുകളിൽ തന്നെ ടൈറ്റിൽ തന്നെ കാണും. അപ്പോൾ അതെന്ത് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ HTTPS agnipath.vayu.cdac.in എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു വെബ്സൈറ്റ് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നിങ്ങൾ എത്തും. അതിൽ തന്നെ എന്ത് ചെയ്യും, ഏറ്റവും ടോപ്പിലായിട്ട് ഇതിൻ്റെ കാര്യം കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യണം. കാരണം ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും ഇല്ലടാ, നമുക്ക് 0 ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 10ലെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ആധാർ കാർഡും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എവിടെയെങ്കിലും അക്ഷയയിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സൈറ്റിൽ നോക്കി അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ വലിയ ജോലിയായിട്ടൊന്നും കരുതല്ല, പക്ഷെ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, അത്രയും അത്യാവശ്യമാണ്, നമുക്കൊരു ജോലി അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കുഞ്ഞു പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ല ഇപ്പം ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അഗ്നിവീറിന്റെ നോൺ കോമ്പാറ്റന്റ് ഫീൽഡാണ് ഇപ്പോൾ വന്നത്. ഇനി കോമ്പാക്ട് ഫീൽഡിലേക്കുള്ള ഈ പോസ്റ്റിങ്ങും ഒക്കെ വരാറുണ്ട്. അതായത് നമ്മളിപ്പോൾ 4 ആംഡ് ഫോഴ്സിലേക്കും വരാറുണ്ട് അല്ലേ. അതായത് നേവിയിലേക്ക് വരാറുണ്ട്, ഈ പറയുന്ന പോലെ എയർഫോഴ്സിൽ വരാറുണ്ട്, ആർമിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ഇപ്പം നിങ്ങൾക്ക് പഠിക്കണമെന്ന് തോന്നണമെങ്കിൽ നമ്മളിപ്പം ആർമി ചാനൽ, നമ്മുടെ ദിശ ഒരു അഗ്നിവീറിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണമെന്ന് താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ അറിയിക്കാം. അല്ലെങ്കിൽ നമ്മുടെ എൻക്വയറീസിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അഗ്നിവീറിന്റെ കോമ്പാക്ട് ഫീൽഡിലേക്കുള്ള ക്ലാസ്സസ് വരാനാണെങ്കിൽ നമ്മൾ ഉടനെ ലോഞ്ച് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ അറിയിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കിയും കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക, ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുക, വെറുതെ ചാടിക്കയറിയൊന്നും അപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഹാപ്പി ലേണിംഗ്.